സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും അല്ലെങ്കിൽ ഈ ഒരാഴ്ച ഫുള്ളായിട്ട് നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം ദിലീപിനെ പ്രതിയാക്കിയിട്ട് ദിലീപിനെ കുറ്റവാളിയല്ല അല്ലെ കുറ്റവിമുക്തനാക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്തത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്തപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ വന്ന് മെഴുകുന്നുണ്ട്, അല്ലെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ വന്ന് പറയുന്നുണ്ട്, മോൻ ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്നാൽ ചില ആളുകൾ ദിലീപിനെ സ്നേഹിക്കുന്ന, ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഒരു നിരപരാധിയാണെന്ന് മനസ്സിലാവുന്ന, അല്ലെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഒരു പാവം പിടിച്ചവനാണെന്ന് അറിയാവുന്ന കുറേ ആളുകൾ അത് മോൻ പറഞ്ഞാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ചില ആളുകൾ പറയുന്നത് എനിക്കും പെൺമക്കളാണ്, ഞാൻ അതുകൊണ്ട് മോൻ പറഞ്ഞ ഈ കാര്യത്തിനോട് കൂടുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോട് ഒരു കാര്യം ചോദിക്കാനും പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ദിലീപും ഒരു അച്ഛനാണ്. സിനിമയിൽ വന്നു, സിനിമാ നടൻ എന്നതിനേക്കാൾ ഉപരി അയാൾക്കും ഒരു കുടുംബമുണ്ട്, അയാൾക്കും പെൺമക്കളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ വേറൊരു പെൺകുട്ടിയോട് അനീതി കാണിക്കുമോ എന്നുള്ളതൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ടും അയാൾ അങ്ങനെ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റിന് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് അയാൾ പണം കൊടുത്ത് സ്വാധീനിച്ചതാണെന്ന് പല ആളുകളും വന്നുകൊണ്ട് പറയുന്നുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം പണം കൊടുത്തുകൊണ്ട് എത്ര പേരെ സ്വാധീനിക്കാൻ സാധിക്കും? ഈ കീഴ്ക്കോടതിയെ സ്വാധീനിക്കാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ ഈ സർക്കാരിനെ സ്വാധീനിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ സിനിമാ മേഖലയെ സ്വാധീനിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? സാക്ഷികൾ ഒരു 10-15 സാക്ഷികളുണ്ടെങ്കിൽ ഈ 15 സാക്ഷികളെ സ്വാധീനിക്കാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഞാനൊരു പോസ്റ്റിൽ കണ്ടത് ഇതേ സെയിം ഒരു കാര്യത്തെ പറ്റിയാണ് അഖിൽമാരാര് പറയുന്നത്. അഖിൽമാരാര് പറയുന്നത് അവരെല്ലാം അവൾക്കൊപ്പമല്ല, അവനെതിരാണ്. അവൾക്കൊപ്പം എന്ന് പോസ്റ്റ് ഇടുന്നവർ എന്തുകൊണ്ട് ആ 6 പേരെ ശിക്ഷിച്ചതിൽ സന്തോഷിക്കുന്നില്ല എന്നാണ് അഖിൽമാരാര് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഇര എന്ന് പറയപ്പെടുന്ന, അല്ല അതിജീവിത എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിക്ക് നീതി വാങ്ങി കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, വീണ്ടും ഞാൻ പറയുകയാണ്, അതായത് അതിജീവിത എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിക്ക് നീതി വാങ്ങി കൊടുക്കുക എന്നതിനേക്കാൾ കൂടുതൽ ദിലീപിനെ കുറ്റവാളിയാക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിന്മേലാണ് പല ആളുകളും സംസാരിക്കുന്നത്. അതിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മിയോ അങ്ങനെയാണെന്ന് തോന്നുന്നു അവരുടെ പേര്, ഇപ്പോൾ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന അടൂർ പ്രകാശിൻ്റെ ഒരു പ്രസ്താവനയാണ്. അടൂർ പ്രകാശ് പറയുന്നത് സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല, അവർ ഈ ഒരു അപ്പീൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകും. ഏതൊരു പണി വന്നാലും അല്ലെ ഏതൊരു പ്രശ്നം വന്നാലും അവർക്ക് ഇതിൻ്റെ വാലും പിടിച്ചുകൊണ്ട് നടക്കലല്ലേ അവരുടെ പണി എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ എയറിലായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അടൂർ പ്രകാശിനെ വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ട് തന്നെ ഭാഗ്യലക്ഷ്മി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ഭാഗ്യലക്ഷ്മിയോട് എനിക്കൊരു സന്തോഷമുണ്ട്, അല്ലെങ്കിൽ സ്നേഹമുണ്ട്. കാരണം ഇവന്മാരുടെയൊക്കെ ഉള്ളിലുള്ള ഈ ചിന്താഗതി വലിച്ചു കീറി പുറത്തേക്ക് ഇടാനായിട്ടൊരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ മുന്നിട്ടിറങ്ങി, അതൊരു വലിയ കാര്യം തന്നെയാണ്, അതൊരു അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അടൂർ പ്രകാശ് അവിടെ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് ഈ വീഡിയോ ചർച്ച ചെയ്യാം. പിന്നീട് അതിനുശേഷം ദിലീപിൻ്റെ ഈ വിഷയത്തിൽ ദിലീപ് കുറ്റവാളിയാണ് എന്ന് ഇപ്പോൾ കീഴ്ക്കോടതി ദിലീപിന് ജാമ്യം കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കി വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ദിലീപിനെതിരെ ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ മേൽക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി അങ്ങനെയുള്ള ലെവലിലേക്ക് ഇവർ പോകണം. അപ്പോൾ അങ്ങനെ പോകാനായിട്ടാണ് ഇവർ തയ്യാറെടുക്കുന്നത്. അതിന് സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവുമെന്ന് സർക്കാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ അതിജീവിത എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ സർക്കാർ എന്താണ് ഇതിൽ കൂടുതൽ ചെയ്യാനുള്ളത്? അതായത് അതിജീവിത എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ അവർക്കൊരു ബുദ്ധിമുട്ട് ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഏതൊരു ഭരിക്കുന്ന പാർട്ടിയുടെയും അല്ലെങ്കിൽ ഏതൊരു സർക്കാരിൻ്റെയും ഒരു കടമ എന്ന് പറയുന്നത്. അവരായിരിക്കണം അവരെ ചേർത്ത് പിടിക്കേണ്ടത്. അല്ലാതെ കുറേ പേര് വന്നിട്ട് ഞാൻ അവൾക്കൊപ്പമാണ്, ഞാൻ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമാണ്, ഞാൻ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറയുന്നത് വെറുതെ പ്രഹസനം മാത്രമാണ്. അത് എന്തിൻ്റെ പേരിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദിലീപ് എന്ന് പറയുന്നൊരു മനുഷ്യനെ തകർക്കാൻ വേണ്ടിയിട്ട് അവൾക്കൊപ്പം ആണെന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ ആത്മാർത്ഥമായിട്ട് അവൾക്കൊപ്പം ഞാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞത് ഞാൻ കേട്ടത് ആസിഫ് അലി പറയുന്നതാണ്. പിന്നീട് ഈ വിഷയങ്ങളെ പറ്റിയൊക്കെ രഞ്ജി പണിക്കറിൻ്റെ അടുത്ത് പോയിട്ട് ഈ മാപ്രകൾ ചോദിക്കുന്നുണ്ട്. അതിന് നല്ല ഊക്കലുകളാണ് കിട്ടുന്നത്. മാപ്രകളെ വലിച്ചു കീറി വിട്ടുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ രഞ്ജി പണിക്കർ സംസാരിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ഈ വീഡിയോ ചർച്ച ചെയ്യാം. അപ്പോൾ അടൂർ പ്രകാശ് എന്താണ് പറഞ്ഞതെന്നും അതിനെന്താണ് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മറുപടി കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നേരെ നമുക്ക് പോകാം അടൂർ പ്രകാശിൻ്റെ ആ ഒരു എയറിലായ വാക്കുകളിലേക്ക്. സർക്കാർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അല്ല, അത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അല്ലെങ്കിൽ ഇന്നലെ അതിന്റെ വിധി വന്നപ്പോൾ പല തരത്തിലുമുള്ള അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നി. സർക്കാർ അല്ലെങ്കിലും അപ്പീൽ പോകുമല്ലോ. സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ. ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കേസുകളും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ലേ, കോൺഗ്രസിനെ മുഴുവനും വെട്ടിലാക്കിക്കൊണ്ടാണ് അടൂർ പ്രകാശിൻ്റെ ഈ ഒരു പ്രസ്താവന ഇപ്പോൾ എയറിലായിക്കൊണ്ടിരിക്കുന്നത്. അടൂർ പ്രകാശ് പറയുന്നത് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ
എന്ത് കിട്ടിയാലും അതിന് പിന്നാലെ പോകുന്നവരാണ്. നിരപരാധികളെ കുറ്റവാളിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണെന്നാണ് അയാൾ പറഞ്ഞത്. ചില കാര്യങ്ങളിലൊക്കെ ഓക്കെയാണ്, പക്ഷേ ഈ ദിലീപിൻ്റെ വിഷയത്തിൽ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. ഇപ്പോഴും അതിജീവിതയോടൊപ്പം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നൊരു പാർട്ടി അല്ലെ സർക്കാർ എന്നാണ് ആ സർക്കാർ വാദിക്കുന്ന, അല്ലെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു പാർട്ടിയുടെയും അടിമയോ അല്ല ഒരു പാർട്ടിയും ഞാൻ പിന്തുണച്ചിരിക്കുന്നതല്ല. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും, ഇല്ലെങ്കിൽ മോശമാണെന്ന് പറയും. ഇത് എപ്പോഴും ഞാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ചില ആളുകൾ ഞാൻ BJP ആണെന്നോ കമ്മ്യൂണിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ മറ്റ് വലതുപക്ഷ പാർട്ടിയിൽപ്പെട്ടവനാണെന്നോ പറയാൻ വരും. അതെൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ വിഷയങ്ങളിൽ അടൂർ പ്രകാശ് മാസ് കാണിക്കാൻ വേണ്ടി പറയും. ഇലക്ഷനൊക്കെ അല്ലേ, അതുകൊണ്ട് മാസ് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ അത് മാസ് കാണിക്കാനാണ് പറഞ്ഞതെങ്കിൽ അത് വെറും ആസായി പോയൊരു കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിന് ഭാഗ്യലക്ഷ്മി എന്താണ് മറുപടി കൊടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ശ്രീമാൻ അടൂർ പ്രകാശ് UDF കൺവീനർ, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കേട്ടിരുന്നു. അതിജീവിതയുടെ കേസിന് സർക്കാർ അപ്പീൽ പോകുന്നത് സർക്കാരിന് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് എന്ന്. സാറേ, ഇത് തന്നെയാണ് സാറേ സർക്കാർ ചെയ്യേണ്ടത്. ഒരു അതിജീവിതയ്ക്കൊപ്പം പോവുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ കടമയാണ്. സർക്കാർ അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് താങ്കളുടെ ഈ പ്രസ്താവനയിൽ കൂടി താങ്കൾ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. അതായത്, ഞങ്ങളുടെ പാർട്ടി ഭരണത്തിൽ വന്നാൽ ഞങ്ങൾ ഒരിക്കലും അതിജീവിതമാരോടൊപ്പം നിൽക്കില്ല, ഞങ്ങൾ വേട്ടക്കാരോടൊപ്പം മാത്രമേ നിൽക്കുള്ളൂ എന്ന് താങ്കൾ ഉറപ്പിച്ചു പറയുകയാണ്. താങ്കൾ ഒരു കാര്യം മറന്നു പോകുന്നു. താങ്കളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന അന്തരിച്ച PT തോമസ്, അദ്ദേഹം കൊടുത്ത ഒരു ധൈര്യത്തിലാണ് ആ അർദ്ധരാത്രി ഈ ദാരുണമായ സംഭവത്തിന് ശേഷം അവൾ പകച്ചു നിന്നപ്പോ ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത്. ആ പാർട്ടിയിൽ ഉള്ള അതേ താങ്കൾ, അതും വെറുമൊരു അംഗമല്ല, താങ്കൾ ഒരു കൺവീനറാണ്, UDFന്റെ കൺവീനറാണ്. ആ കൺവീനറായ താങ്കൾ പറയുന്നു സർക്കാരിന് വേറെ പണിയില്ല, അതുകൊണ്ടാണ് അപ്പീൽ പോകുന്നത് എന്ന്. മാത്രമല്ല, താങ്കൾ മറ്റൊരു കാര്യം കൂടി താങ്കളുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ്, അല്ലെങ്കിൽ ഈ കുറ്റാരോപിതൻ. ഇന്നലെ താൽക്കാലികമായി കീഴ്ക്കോടതിയിൽ നിന്ന് പല രീതിയിലും തന്റെ സ്വാധീനവും തന്റെ പണവും ഉപയോഗിച്ച് താൽക്കാലികമായി രക്ഷപ്പെട്ട ആ വ്യക്തി താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. മാനസികമായും അല്ലാതെയും താങ്കൾക്ക് അദ്ദേഹവുമായി വളരെ അടുപ്പമുണ്ടെന്ന് താങ്കൾ തന്നെ പറയുന്നു. ഇതിലിപ്പോ പുള്ളിക്കാരി പറഞ്ഞു വരുന്നതെല്ലാം ദിലീപിനെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. കാരണം ദിലീപ് ആണ് തെറ്റ് ചെയ്തതെന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിൽ തന്നെയാണ് അവര്. ഞാനൊരു കാര്യം പറയട്ടെ, ദിലീപിനെ ഞാൻ അംഗീകരിച്ചാൽ, ദിലീപിനെ ഞാൻ വെച്ച് വീഡിയോ ചെയ്യുന്നത്, ദിലീപ് എനിക്ക് ഫണ്ട് തന്നിട്ടോ ദിലീപ് എന്നെ പറ്റി കണ്ടിട്ടോ ഒന്നുമല്ല. ദിലീപ് എന്ന് പറയുന്നൊരു മനുഷ്യനെ ഞാൻ ഒരു പുരുഷനായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. നമ്മളെല്ലാവരും ഒരു പുരുഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്കെതിരെ വരുന്ന പല ആരോപണങ്ങളെ പറ്റിയും അല്ലെങ്കിൽ പ്രത്യാരോപണങ്ങളെ പറ്റിയും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ദിലീപിൻ്റെ വിഷയമൊന്നല്ല, ഇതിന് മുൻപുള്ള എല്ലാ വിഷയങ്ങളും, രാഹുൽ മാങ്കൂട്ടത്തിലായിക്കോട്ടെ വേടനായിക്കോട്ടെ, എല്ലാ വിഷയത്തിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും നമ്മൾ കാണുന്നത് തീവ്രമായിട്ടുള്ള ഫെമിനാസികളുടെ ഒരു കടന്നുവരവാണ്. ആ ഫെമിനാസി അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ചിന്തകൾക്ക് അതീതമായിട്ടാണ് ഇപ്പോൾ ദിലീപിനെ കോടതി ജാമ്യം നൽകിയത്, അല്ലെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്, നിരുപാധികം വിട്ടയച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ നിങ്ങൾക്ക് വേണമെങ്കിൽ മേൽക്കോടതിയിൽ പോവുകയോ അല്ലെങ്കിൽ മുന്തിയ വക്കീൽമാരെ വെച്ചുകൊണ്ട് കേസ് വാദിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അവിടെയൊക്കെ ഒരു കാര്യം, ഒരു കൃത്യമായിട്ടുള്ള ഘടകം വേണമെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന തെളിവുകളാണ്. ദിലീപിന് ഇതിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ടെന്ന് നിങ്ങൾ മാധ്യമങ്ങളും നിങ്ങളെല്ലാവരും കൂടി വീണ്ടും വീണ്ടും ആണയിട്ട് പറയുമ്പോൾ എവിടെയാണ് അതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ? ഈ തെളിവുകളുടെ അഭാവം മൂലം തന്നെയാണ് ദിലീപിനെ കീഴ്ക്കോടതിയിൽ നിന്ന് നിരുപാധികം വിട്ടയച്ചത്. അല്ലാതെ ദിലീപിനെ വിട്ടയക്കാൻ ഇത്രയും സെൻസേഷണലായ ഒരു വിഷയത്തിൽ അങ്ങനെ വെറുതെ ഒരു വിധി പ്രഖ്യാപിക്കാനും മാത്രം മണ്ടന്മാരാണോ ആ വക്കീലന്മാർ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ജഡ്ജി എന്ന് പറയുന്നത്? നിങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അതായത് ജഡ്ജിയും വക്കീലും എല്ലാം വെറും മണ്ടന്മാരാണ്, ദിലീപിനെ വെറുതെ വിട്ടു എന്നാണ് നിങ്ങൾ പറഞ്ഞ് പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ് എല്ലാ ആളുകൾക്കിടയിലേക്കും ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളിൽ രഞ്ജി പണിക്കറിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടല്ലേ, രഞ്ജി പണിക്കർ പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട്. ഞാൻ എന്തായാലും അതുകൂടി ഒന്ന് പ്ലേ ചെയ്യാം. രഞ്ജി പണിക്കറിൻ്റെ അടുത്ത് മാധ്യമങ്ങൾ ചെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് രഞ്ജി പണിക്കർ പറയുന്ന മറുപടി, അതിൽ മാധ്യമങ്ങൾക്ക് ആൾ മാറിപ്പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം
എന്തും പോയി എവിടെയും ചോദിക്കാമെന്നുള്ള രീതിയിലേക്ക് മാധ്യമധർമ്മം മാറിയിട്ടുണ്ട്. എവിടെയും പോയി ആരാൻ്റെ കുളിമുറിയിൽ പോയും ചോദിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കിടപ്പറയിൽ ഒളിഞ്ഞു നോക്കുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് ദിലീപ് ഇറങ്ങുമ്പോൾ ഡ്രോൺ വെച്ചിട്ട് വീടിന് മുകളിൽ കൂടി പറത്തിക്കൊണ്ട് പോകുന്ന ഒരു ടീംസിനെ നമ്മൾ കണ്ടാണ് റിപ്പോർട്ടർ ചാനൽ. അപ്പോൾ അതുപോലെ 24 ന്യൂസ് എന്നിട്ട് ഈ പറഞ്ഞ രഞ്ജി പണിക്കറിനെ കുത്തി ഓരോന്ന് ചോദിക്കാനായിട്ട് ശ്രമിച്ചു. രഞ്ജി പണിക്കർ അടപ്പിച്ച് വിടുന്നുമുണ്ട്. ആ ഒരു വീഡിയോ ഇവിടെ എന്തായാലും കണ്ടു നോക്കാം. കോടതി ഉത്തരവ് ഞാൻ വായിച്ചിട്ടില്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് എന്റെ വിശ്വാസം. ദിലീപിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്ന അയാൾ കുറ്റവാളിയല്ല എന്നല്ലേ? അത് ആർക്കാ ആക്ഷേപമുള്ളത്? ഏത് സംഘടനകളാ? WCCക്ക് പ്രതിഷേധം ഉണ്ടായിരിക്കും. നമ്മൾ ഏത് കേസിലും അതിന്റെ ഒരു ഭാഗത്തുള്ള ആളുകൾ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും, മറുഭാഗത്തുള്ളവർ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും. അപ്പോൾ പ്രതീക്ഷിക്കാത്തത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പരിഭവവും പ്രതിഷേധവും ആക്ഷേപമൊക്കെ ഉണ്ടായിന്ന് വരും. ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് ചോദിക്കണം. അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജു വാര്യരോ ആണ്, രഞ്ജി പണിക്കരല്ല. നീതി പുലർന്നു തന്നെയാണോ ഈ നടിക്ക്? അല്ല, ഗൂഢാലോചന തനിക്കെതിരെ നടന്നുവെന്ന് ദിലീപും പറയുന്നില്ലേ? നിങ്ങളത് കേട്ടില്ലേ? നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകളാണോ? അതെ, അതുകൊണ്ട് അതാ പറഞ്ഞത്, മഞ്ജു വാര്യർ പറഞ്ഞതിന്റെ ഉത്തരം മഞ്ജു വാര്യർ പറയണം. ദിലീപ് പറഞ്ഞതിന്റെ ഉത്തരം, അതിന്റെ മറുപടികൾ ഉണ്ടെങ്കിൽ അത് ദിലീപ് പറയണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അല്ല, ശിക്ഷിക്കപ്പെട്ടതാരാ? അവരേത് സംഘത്തിൽപ്പെട്ട ആളുകളാ? അല്ല, ഗൂഢാലോചന ആരാണ് എന്ന് കോടതി പറഞ്ഞിട്ടില്ലേ? ഇതിന്റെ അകത്തൊരു കോൺസ്പിറസി എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ കോടതിയുടെ വിധി ശ്രദ്ധിച്ച ആളുകളല്ലേ? അല്ല, ഞാൻ കോടതി വിധി വായിച്ചോന്നല്ല ചോദിച്ചത്. കോടതിയുടെ ഈ കേസിലെ പ്രതികരണം എന്താണ്? കോൺസ്പിറസി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ലേ കോടതി പറയുന്നത്? അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? എനിക്കില്ല. ഈ നടിക്ക് പൂർണ്ണമായും നീതി കിട്ടി എന്നുള്ളതാണോ? കണ്ടില്ലേ, നല്ല വ്യക്തമായിട്ടുള്ള മറുപടിയാണ് രഞ്ജി പണിക്കർ ചോദിക്കുന്നത്. നിങ്ങൾക്ക് നടിക്ക് നീതി കിട്ടിയോ, അല്ലെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ എന്തെങ്കിലും കൂടുതൽ തെളിവുകൾ കോടതിക്ക് കിട്ടിയോ, അല്ലെങ്കിൽ കോടതി എന്തുകൊണ്ട് ദിലീപിനെ നിരുപാധികം വിട്ടയച്ചു എന്നുള്ളതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ, അല്ലെങ്കിൽ കോടതിക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? എൻ്റെ കയ്യിലില്ല, എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനുമില്ല എന്നാണ് രഞ്ജി പണിക്കർ പറയുന്നത്. അപ്പോഴും മാധ്യമങ്ങൾ വീണ്ടും ഓരോന്നിങ്ങനെ കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രഞ്ജി പണിക്കറിൻ്റെ വായിൽ നിന്ന് വീഴ്ത്താനായിട്ട്, അല്ലെങ്കിൽ വീഴുമെന്ന് അറിയാനായിട്ട്. പക്ഷേ ഇത് ആൾ വേറെയാണ്. രഞ്ജി പണിക്കറിൻ്റെ പ്രസ്താവനകൾ, രഞ്ജി പണിക്കറിൻ്റെ നിലപാടുകളും ഒക്കെ പലപ്പോഴും നമ്മൾ കണ്ടതാണ്. ഈ ഒരു വിഷയത്തിലും അദ്ദേഹം ആ ഒരു നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. പക്ഷേ കുറ്റവാളിയാക്കാൻ വേണ്ടിയിട്ട് കുറ്റാരോപിതനായ ഒരു വ്യക്തിക്കെതിരെ പല ആളുകളും കളിക്കുന്ന കളികളെ ഞാൻ അംഗീകരിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ രഞ്ജി പണിക്കർ എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ ദിലീപിനെ സഹായിച്ചിട്ടുണ്ടെന്നാണ് അതിജീവിതയുടെ വക്കീൽ പറഞ്ഞത്, അല്ലെങ്കിൽ അഭിഭാഷക പറഞ്ഞത്. അതെന്തിൻ്റെ പേരിലായിരുന്നു ആ ഒരു പരാമർശം? നമുക്കറിയാം, കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ കത്തി കയറി പൊയ്ക്കൊണ്ടിരിക്കും, ഒരു കാട്ടുതീയായിട്ട് ആളി പടർന്നുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടിക്കെതിരെ ഒരു സെൻസേഷണലായിട്ടുള്ളൊരു വിഷയം, അതും കോടതി വിധി ഇരിക്കുന്ന സമയത്താണ്. കോടതി വിധി പ്രഖ്യാപിച്ച ശേഷമല്ല അവർ പറയുന്നത്. വിധി അടുത്ത ദിവസം വരും. അതിന് മുൻപത്തെ ദിവസമാണ് ഇവർ ഈ ന്യൂസ് 18-ൽ ഈ ഒരു അഭിമുഖം കൊടുത്തിരിക്കുന്നത്. അതിലവർ പറയുന്നത്, മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ വിധത്തിലും, സാമ്പത്തികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ അവർക്ക് കെയറിങ് ആയിക്കോട്ടെ ഏത് തരത്തിലായിക്കോട്ടെ, ദിലീപ് എന്ന് പറയുന്ന കുറ്റവാളിയെ സപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിനിടയിൽ ഇവരുദ്ദേശിക്കുന്ന ഒരു മതസ്പർദ്ധ വളർത്താനാണ്. ദിലീപ് ഒരു ഹിന്ദുവാണ് അല്ലേ? ആ ദിലീപിനിടയിലേക്ക് മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ പേരിടുമ്പോൾ ആ പേരിൽ ഉണ്ടാവാൻ പോകുന്ന ചർച്ചകൾ അത് ഏതൊക്കെ രീതിയിൽ പോകുമെന്നുള്ളത് അറിയാവുന്നത് കൊണ്ടാണ് അഭിഭാഷക ആ രീതിയിൽ സംസാരിച്ചത്. പിന്നെ കേസുകളെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുമാണ് അവർ സംസാരിച്ചത്. അതിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ആ ഒരു സിനിമ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് മമ്മൂട്ടിയുടെ പേര് മാത്രം പറയുന്നത്? ഈ ഒരു വിഷയത്തിൽ മോഹൻലാൽ എന്താണ് പ്രതികരിച്ചത്? മോഹൻലാലിനൊപ്പം അഭിനയിച്ച നടി തന്നെയല്ലേ ഇരയാക്കപ്പെട്ട പെൺകുട്ടി, അല്ല അതിജീവിത എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി. എന്ത് മോഹൻലാൽ പ്രതികരിച്ചു? മമ്മൂട്ടി അതിൽ എന്താണ് പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും പ്രതികരിച്ചിട്ടുള്ളത്? മമ്മൂട്ടി ദിലീപിനെ പിന്തുണച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ കോടതി വിധി വരുന്നതിന് മുൻപേ ഞാൻ പറഞ്ഞു, മമ്മൂട്ടി ദിലീപിനെ പിന്തുണച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള അറിവ് മമ്മൂക്കയ്ക്ക് ഉണ്ടാവും. അതായത് അവിടെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല,
അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെന്നുള്ളത് മമ്മൂക്കയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണല്ലോ കോടതിക്ക് മനസ്സിലായത്. കോടതിക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒരു കോടതി എന്ന് പറഞ്ഞുകൊണ്ട്, മാധ്യമ കോടതി എന്ന് പറഞ്ഞുകൊണ്ട്, മാധ്യമ വിചാരണ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു പരിപാടി അങ്ങ് നടത്തണം. എന്നിട്ട് ദിലീപിനെ പിടിച്ച് അവിടുത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി അങ്ങോട്ട് ചർച്ച ചെയ്യുക. എന്നിട്ട് ദിലീപിനെ പിടിച്ച് നിങ്ങളുടെ തന്നെ നീതിന്യായ കോടതിയിൽ നിങ്ങൾ അങ്ങ് അടയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നം തീരും. ഇവിടെ ഇരയാകപ്പെട്ട പെൺകുട്ടിക്ക് നീതി കിട്ടുന്നതിനേക്കാൾ അപ്പുറം ആ കുറ്റാരോപിതനായ വ്യക്തിയെ എങ്ങനെയെങ്കിലും ക്രൂശിലേറ്റണം. പിന്നെ അതോടൊപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന മലയാളത്തിൻ്റെ സ്വന്തം വല്യേട്ടൻ എന്ന് പറയപ്പെടുന്ന മമ്മൂട്ടി ആ ഒരു പ്രായത്തിൽ 74-ാമത്തെ വയസ്സിൽ മര്യാദയ്ക്കിരിക്കുന്ന അങ്ങേരെ കൂടി ഇതിലേക്ക് വലിച്ചഴിച്ച് അങ്ങേരെ കൂടി ഒരു കൾപ്രിറ്റ് ആക്കണം. അതൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം. അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. മമ്മൂട്ടി എവിടെ കൈവെക്കുന്നുണ്ടോ അവിടെ മമ്മൂട്ടിക്ക് വ്യക്തമായിട്ട് അറിയാം എങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ കൈവെക്കണം. തൊട്ടാൽ പൊള്ളുന്ന സ്ഥലമാണെങ്കിൽ ഞാൻ കൈവെക്കാൻ പാടില്ല എന്ന് മമ്മൂട്ടിക്ക് മുൻപേ അറിയാം. ആഹാര സാധനങ്ങൾ നോക്കിയും കണ്ടും കഴിക്കുന്നത് പോലെ തന്നെയാണ് മമ്മൂട്ടി എല്ലാ കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളിലും ഒരു ചിട്ട പുലർത്തുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് മമ്മൂട്ടി. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഈ വിഷയത്തിൽ വന്ന് ഇങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സഹായങ്ങൾ ചെയ്യും, കോടതിയിൽ ഇരിക്കുന്ന കേസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ മമ്മൂട്ടി ഇതൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും തെളിയിക്കും, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ മമ്മൂട്ടിയെ വലിച്ചഴിച്ചത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ദിലീപിനെതിരെ കളിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ദിലീപിനെതിരെ വീണ്ടും കോടതിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവർക്ക് ആർക്കും എതിരെയല്ല. ഈ അതിജീവിതം എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിക്ക് നീതി കിട്ടണം, അതിന് ദിലീപ് കുടുങ്ങണമെന്നുണ്ടെങ്കിൽ, അതാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ദിലീപിന് പങ്കുണ്ട്. ദിലീപിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ദിലീപ് സ്വാധീനിച്ചാണ് രക്ഷപ്പെട്ടതെങ്കിൽ ആ ദിലീപ് കുറ്റവാളി തന്നെയാണ്, അല്ലെങ്കിൽ കുറ്റത്തിന് ആ ദിലീപും വിധേയനാവേണ്ടതാണ്. അതിനെ ഞാൻ എതിർക്കുന്നില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് തിന്നവന്മാർ വെള്ളം കുടിക്കണമെന്ന് പറയുന്നത് പോലെ ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപും വെള്ളം കുടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരണം. പക്ഷേ ദിലീപിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ദിലീപ് രക്ഷപ്പെട്ടു എന്ന് പറയാൻ ഇവിടെ പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. ദിലീപിനെ കോടതി വെറുതെ വിട്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ദിലീപിനെതിരെ തെളിവുകളില്ല എന്നുള്ളതിൻ്റെ തെളിവുകളുടെ അല്ലെങ്കിൽ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേസമയം ദിലീപിനെതിരെ തെളിവുകൾ ഉണ്ടെന്ന് പറയുന്ന ആളുകൾ മാധ്യമ വിചാരണയിലാണ്, അല്ലെ മാധ്യമ കോടതിയിലാണ് ഈ തെളിവുകൾ നിരത്താൻ ശ്രമിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റൊക്കെ ഞാൻ പറഞ്ഞാണ്, ദിലീപിന് വേണ്ടി സംസാരിച്ചാൽ 20 ലക്ഷമോ 15 ലക്ഷമോ തരാം, അതേപോലെ തന്നെ 5 സെന്റ് സ്ഥലമോ വീടോ ഒക്കെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ സംസാരിച്ചു. പക്ഷേ ഇതൊന്നും കോടതിയിലൊന്നും ആരും പോകുന്ന ഞാൻ കണ്ടില്ല കേട്ടോ. കോടതിയിൽ പോയെങ്കിലല്ലേ ഇതിനൊക്കെ തെളിവുണ്ടെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദിലീപിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എൻ്റെ ഒരു താല്പര്യം, അല്ലെങ്കിൽ എൻ്റെ ഒരു തീരുമാനം, അല്ലെങ്കിൽ എൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഇതാണ്: ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ദിലീപ് വീണ്ടും നിരപരാധിയായിട്ട് തന്നെ പോകണം. അയാളെ വീണ്ടും സംശയത്തിൻ്റെ നിഴലിൽ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടും അയാൾ ഇനിയും ഏൽക്കാൻ പോകുന്ന പ്രോജക്റ്റുകൾ, അയാളുടെ കരിയറുകൾ എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.